ഹായ്, ഗുഡ് മോർണിംഗ്. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലേക്ക് പോകാട്ടോ. അതിന് മുൻപായിട്ട് ചെറിയൊരു ടിപ്പാണ്. നമ്മൾ എല്ലാ വിഷമത്തിനെയും ഉള്ളിലേക്ക് ഒതുക്കുന്ന ആളുകളല്ലേ. എനിക്ക് മാത്രമുള്ളൂ ഇത്ര വിഷമം, വേറെ ആർക്കും ഇത്രയും ഇടങ്ങാറില്ല എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളാണ് എന്റെ മുന്നിൽ ഇരിക്കുന്നവർ. ഒരു ചെറിയൊരു സ്റ്റോറി പറയാം. ഒരു വെള്ള പ്രാവ് എന്ത് ചെയ്യാണ്, ആകാശത്തിലൂടെ പറന്നു പോവുകയാണ്. നമ്മുടെ ഭൂമിയിൽ നിന്നും ഒരാൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ വളരെയധികം നിരീക്ഷിക്കുന്നുണ്ട്. നിരീക്ഷിക്കുമ്പോൾ അദ്ദേഹം കാണുന്നത് എന്താണ്, ഒരു കറുത്ത പാട് മാത്രമാണ്. ഇത് കാണുന്നത് കറുത്ത പാടാണ്. പിന്നീട് കൂടുതലായിട്ട് നോക്കിയപ്പോഴാണ് മനസ്സിലായത് അതൊരു വെള്ളപ്പറവയാണ് എന്നുള്ളത്. ഇങ്ങനെ വെള്ളപ്പറവയാണെന്ന് മനസ്സിലായത്. ഞാൻ കണ്ടത് എന്താണ്, ഒരു ചെറിയ പൊട്ടായിട്ടുള്ള അതിന്റെ കാൽഭാഗം മാത്രമായിരുന്നു അദ്ദേഹം എന്ത് ചെയ്തത്, നിരീക്ഷിച്ചപ്പോൾ നിരീക്ഷണത്തിലൂടെ കണ്ടിട്ടുണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ഈ ഒരു കറുത്ത പാട് എന്ന് പറയുന്നത് എന്താണ്, ഏറ്റവും ചെറുതാണ്. ഇത് മൊത്തത്തിൽ എടുത്തു നോക്കുമ്പോൾ നമ്മൾ ശരിക്കും എന്താണ്, എല്ലാം കൊണ്ടും ഭാഗ്യവാന്മാരാണ്. ഇപ്പൊ നമുക്ക് ശ്വസിക്കാൻ കഴിയുന്നുണ്ട് അല്ലെ, ഈ ക്ലാസ്സിൽ നിന്ന് കേൾക്കാൻ കഴിയുന്നുണ്ടല്ലോ, നല്ലൊരു ഫോൺ നിങ്ങളെ കയ്യിലുണ്ട്, നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ള ഒരു ചുറ്റുപാടുണ്ട്. ഒന്നുമില്ലെങ്കിലും ഓൺലൈൻ ക്ലാസ്സെങ്കിലും കേൾക്കായിരുന്നു. നമ്മുടെ ഉമ്മമാരുടെയൊക്കെ തലമുറയൊക്കെ ആണെങ്കിൽ ഒരു ശരിക്കുള്ള ഗൈഡ് പോലും കിട്ടാൻ പറ്റാത്തൊരു കാലഘട്ടമായിരുന്നു. അത് മാത്രമല്ല, ഇതിന്റെ മുന്നേ PSC പഠിച്ച ആളുകളെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. റാങ്ക് ഫയൽ മൊത്തം എടുത്ത് പഠിക്കേണ്ട അവസ്ഥയായിരുന്നു. അപ്പൊ നമുക്ക് അങ്ങനല്ല, ഒരു റാങ്ക് ഫയലിൽ ഒരു ഭാഗം എടുത്ത് കഴിഞ്ഞാൽ മനസ്സിലാവും ഇതിൽ ഇന്ന ഭാഗം എക്സാമിന് വരും, ഇന്ന ഭാഗം എക്സാമിന് വരില്ല. അപ്പൊ ഏതാണ് നോക്കി പഠിക്കാനുള്ള ഒരു കഴിവ് നമുക്കുണ്ടല്ലോ, അല്ലെങ്കിൽ ആ കഴിവ് പറഞ്ഞു തരാനുള്ള ഞങ്ങളെപ്പോലുള്ള ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങളെ കൂടെ ഉണ്ടല്ലോ. നിങ്ങൾ എത്ര ഭാഗ്യവാന്മാരാണ് അല്ലെ. ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാട്ടോ. ഇന്ത്യയിൽ ആദ്യമായി ഡിജിറ്റൽ നാടോടി ഗ്രാമം ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ഇന്ത്യയിൽ ആദ്യമായി ഡിജിറ്റൽ നാടോടി ഗ്രാമം ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? സിക്കിമില്. എവിടെയാണ്? സിക്കിമില്. ഈ ഇന്ത്യയുടെ ഏറ്റവും ഈ ഭാഗത്താണല്ലോ കേരളം ഉള്ളത്, അതായത് തെക്കു ഭാഗത്ത്. ശരിക്കും ഇന്ത്യയുടെ തെക്കു ഭാഗം തമിഴ്നാടാണ്, എങ്കിൽ നമ്മൾ തെക്കു ഭാഗത്തായിട്ടല്ല സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ഈയിടെയായിട്ട് ഡിജിറ്റൽ സാക്ഷരത നേടിയ സംസ്ഥാനം ഏതാണ്? കേരളമാണല്ലോ. 2025 ഡിജിറ്റൽ സാക്ഷരത നേടിയ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. സിക്കിം എവിടെയാണ്? ഇന്ത്യയുടെ ഏറ്റവും കിഴക്ക് ഭാഗത്താണ് അല്ലെ, മുകൾ ഭാഗത്താണ്. ചൈനയുടെ ഒക്കെ ഭാഗത്തായിട്ടാണ് സിക്കിം സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഒരൊട്ടും കുറച്ചില്ല, ഓല എന്ത് ചെയ്തു, ഡിജിറ്റൽ നാടോടി ഗ്രാമം എന്ന കാര്യങ്ങൾ നേടി. എന്താണ്? ഇന്ത്യയിലെ ആദ്യമായി ഡിജിറ്റൽ നാടോടി ഗ്രാമം ഉദ്ഘാടനം ചെയ്ത് എവിടെയാണ്? സിക്കിമിൽ. ഇനി മറന്നു പോകരുത്, എവിടെയാണ്? സിക്കിമില്. അടുത്ത ക്വസ്റ്റ്യൻ. 2025 ഹരേല ഫസ്റ്റിന്റെ ഭാഗമായി 5 ലക്ഷം വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ച സംസ്ഥാനം? 2025 ഹരേല ഫസ്റ്റിന്റെ ഭാഗമായി 5 ലക്ഷം വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ച സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. എവിടെയാണ്? ഉത്തരാഖണ്ഡ്. അവിടെയുള്ള ആദ്യത്തെ മരങ്ങളൊക്കെ അവരെന്ത് ചെയ്തു, ഖണ്ഡം ചെയ്തു. ഖണ്ഡം എന്ന് പറഞ്ഞാൽ എന്താ, വെട്ടി മുറിച്ചു. അപ്പൊ പിന്നീട് അവരെന്ത് ചെയ്തു, 2025 ഹരേല ഫസ്റ്റിന്റെ ഭാഗമായിട്ട് 5 ലക്ഷം വൃക്ഷത്തൈകൾ എന്ത് ചെയ്തു, അവര് നട്ടുപിടിപ്പിച്ചു. എന്താണ്? നട്ടുപിടിപ്പിച്ചു. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ഉത്തരക്കടലാസുകളൊക്കെ വരുന്നത് എവിടെ നിന്നാണ്? അങ്ങനെയല്ല, ഈ കടലാസുകളൊക്കെ ഉണ്ടാക്കുന്നത് എവിടെ നിന്നാണ്? മരങ്ങളിൽ നിന്നാണല്ലോ കടലാസ് ഉണ്ടാക്കുന്നത്. ഇവിടെ ഉത്തരാഖണ്ഡ് എന്നുണ്ട് അല്ലെ. അപ്പൊ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചാലല്ലേ ഉത്തരക്കടലാസുകളൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. കോഡാണ് കേട്ടോ. 2025 ഹരേല ഫസ്റ്റിന്റെ ഭാഗമായി 5 ലക്ഷം വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ച സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. അടുത്ത ക്വസ്റ്റ്യൻ. അമർനാഥ് യാത്രയിൽ സുരക്ഷിതമാക്കാൻ വേണ്ടി ഇന്ത്യൻ സൈന്യം ആരംഭിച്ച സുരക്ഷാ സംവിധാനം? അമർനാഥ് യാത്ര സുരക്ഷിതമാക്കാൻ വേണ്ടി ഇന്ത്യൻ സൈന്യം ആരംഭിച്ച സുരക്ഷാ സംവിധാനമാണ് ഓപ്പറേഷൻ ശിവ. എന്താണ്? ഓപ്പറേഷൻ ശിവ. 2025 പുറത്തുവിട്ട നീതി ആയോഗിന്റെ ഗോൾ ഓഫ് ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ് ഇൻഡെക്സിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം? 2025 പുറത്തുവിട്ട നീതി ആയോഗിന്റെ ഗോൾ ഓഫ് ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ് ഇൻഡെക്സിൽ ഒന്നാമതെത്തിയ സംസ്ഥാനമാണ് ഗുജറാത്ത്. ഏതാണ്? ഗുജറാത്ത്. നമ്മുടെ ഗാന്ധിജി ജനിച്ച നാടാണല്ലേ ഗുജറാത്ത്. ഗുജറാത്തിന്റെ തലസ്ഥാനമാണല്ലോ ഗാന്ധിനഗർ. ഇദ്ദേഹത്തിനൊക്കെ നല്ല ഭക്ഷണ രീതികളായിരുന്നു എന്നൊക്കെ പറയാം അല്ലെ. ഗുജറാത്തിലെ ആളുകൾക്കൊക്കെ എന്ത് ചെയ്യുന്നത്, നല്ല ഭക്ഷണ രീതികൾ. നമ്മുടെ ഇവിടുത്തെ ഫാസ്റ്റ് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടോ? അതുകൊണ്ട് എന്താണ്, അവർക്ക് ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ് ഇൻഡെക്സിൽ ഒന്നാമതെത്താൻ കഴിഞ്ഞു. ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ് ഇൻഡെക്സിൽ ഒന്നാമതെത്താൻ കഴിഞ്ഞു. നമ്മുടെ നരേന്ദ്രമോദിയുടെ സംസ്ഥാനം ഏതാണ്? അതും ഗുജറാത്താണ്. അദ്ദേഹം അല്ലേ അവിടെ മുഖ്യമന്ത്രി ആയിരുന്നത്. ഇതിന്റെ മുൻപായിട്ട് മുഖ്യമന്ത്രി സ്ഥാനത്തൊക്കെ ഇരുന്നത് ആരായിരുന്നു? നരേന്ദ്രമോദി. അതായത് നല്ല ഭക്ഷണ രീതികളല്ലേ, അവിടുത്തെ ആളുകൾക്ക് നല്ല ഭക്ഷണ രീതികളാണെന്ന് മനസ്സിലാക്കിയാൽ മതി. ഏതാണ്? ഗുജറാത്താണ്. അടുത്തത്, 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം. 71ാമത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാരം കൊടുക്കുന്നത് 2025 വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ. ഈ 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം നടക്കുന്നത്, അതായത് 2023 ചിത്രങ്ങൾക്കാണ്. ഈ ചലച്ചിത്രങ്ങൾക്കാണ്, അവർ സെൻസർ ചെയ്ത ചലച്ചിത്രങ്ങൾക്കാണ് 2025 കൊടുക്കുന്നത്. അഥവാ ക്വസ്റ്റ്യൻ 2023 എന്ന് കാണുകയാണെങ്കിൽ എന്റെ മിസ് അത് പഠിപ്പിച്ചിട്ടില്ല, എന്റെ മിസ് 2025 മാത്രമേ പഠിപ്പിച്ചിട്ടുള്ളൂ, അങ്ങനെ കരുതരുത്. 2023 സെൻസർ ചെയ്ത ചിത്രങ്ങൾക്കാണ് 2021 71ാമത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാരം കൊടുത്തിട്ടുള്ളത്.
മികച്ച നടന് ഷാരൂഖ് ഖാനും വിക്രാന്ത് മാസിയുമാണ്. മികച്ച നടൻ ആരാണ്? ഷാരൂഖ് ഖാനും വിക്രാന്ത് മാസിയുമാണ്. മികച്ച നടന് ഷാരൂഖ് ഖാൻ, വിക്രാന്ത് മാസിയാണ്. മികച്ച നടി റാണി മുഖർജി. ഇത് നടികളുടെ മുഖം കാണാൻ നല്ല തിളക്കാണ് അല്ലെ. റാണി മുഖർജി. മികച്ച നടി ആരാണ്? റാണി മുഖർജി. ഈ വിക്രാന്ത് മാസിയുടെ സിനിമ എന്ന് പറയുന്നത് 12th ഫെയിൽ ആണ് കേട്ടോ. ഏതാണ്? 12th ഫെയിൽ ആണ്. ഷാരൂഖ് ഖാന്റേത് ജവാൻ ആണ് കേട്ടോ. അപ്പൊ മികച്ച നടി റാണി മുഖർജി. മിസിസ് ചാറ്റർജി വേഴ്സസ് നോർവ. ഇവരുടെ സിനിമ ഏതാണ്? മിസിസ് ചാറ്റർജി വേഴ്സസ് നോർവ. മിസിസ് ചാറ്റർജി വേഴ്സസ് നോർവ. മികച്ച ഫീച്ചർ ഫിലിം 12th ഫെയിൽ. മികച്ച ഫീച്ചർ ഫിലിം 12th ഫെയിൽ. മികച്ച ഫീച്ചർ ഫിലിം 12th ഫെയിൽ. ഇതാണ് ദേശീയത്തിലാണ് കേട്ടോ, കേരളത്തിലല്ല. ദേശീയ ചലച്ചിത്ര പുരസ്കാരമാണ്. ഡയറക്ടർ വിധു വിനോദ് ചോപ്ര. 12th ഫെയിലിന്റെ ഡയറക്ടറാണ് വിധു വിനോദ് ചോപ്ര. ആരാണ്? വിധു വിനോദ് ചോപ്ര. മികച്ച സംവിധായകനാണ് സുദീപ് തോസൺ. 12th ഫെയിലിന്റെ സംവിധായകൻ ആരാണ്? വിധു വിനോദ് ചോപ്ര. ഈ ചോപ്രൊക്കെ പിടിച്ച കുട്ടികളെ പോലെ അറിയാം. 12th ഒക്കെ തോറ്റു കഴിഞ്ഞാൽ എന്തേക്കാര അവസ്ഥ അല്ലെ? പ്ലസ് ടു ഒക്കെ തോറ്റു കഴിഞ്ഞാൽ എന്തൊക്കെ പിരാന്തം പിടിക്കൂലെ, ദേഷ്യക്ക് വരൂലെ? അപ്പൊ ചോപ്ര. ആരാണ്? ചോപ്ര. മികച്ച സംവിധായകൻ ദ കേരള സ്റ്റോറി എന്ന സിനിമ ആണ് എന്ത് ചെയ്യുന്നത്? മികച്ച സംവിധായകനുള്ള അവാർഡ് കിട്ടുന്നത്. അതായത് ദി കേരള സ്റ്റോറി എന്ന സിനിമയുടെ സംവിധായകനാണ് മികച്ച സംവിധായകനായിട്ടുള്ള അവാർഡ് ലഭിച്ചിട്ടുള്ളത്. സുദീപ് തോസൺ. അതാണ് സുദീപ് തോസൺ. ആരാണ്? സുദീപ് തോസൺ. മികച്ച ഛായാഗ്രഹണം. മികച്ച ഛായാഗ്രഹണം ദ കേരള സ്റ്റോറി. അപ്പൊ ദ കേരള സ്റ്റോറിക്ക് എന്താ കിട്ടി? മികച്ച ഛായാഗ്രഹണം കിട്ടി, മികച്ച സംവിധായകന്റെ അവാർഡും കിട്ടി. സഹനടൻ വിജയരാഘവൻ. സഹനടൻ ആരാണ്? വിജയ രാഘവനാണ്. സഹനടി ഉർവശി. ആരാണ്? സഹനടി ഉർവശി. പിന്നെ ഒരാളും കൂടി ഉണ്ട്, ജാനകി ബോഡിവാല. ആരാണ്? ജാനകി ബോഡിവാല. വാഷ് എന്ന സിനിമക്കാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ഉർവശിക്ക് ഏതിനേക്കാണ് കിട്ടിയിട്ടുണ്ടാവുക? ഉള്ളൊഴുക്ക്. ഏത് സിനിമക്കാണ് കിട്ടിയിട്ടുള്ളത്? ഉള്ളൊഴുക്ക്. ബെസ്റ്റ് ആനിമേറ്റഡ് ഫിലിമാണ് ഹനുമാൻ. അപ്പൊ ഹനുമാനൊക്കെ നമ്മൾ പണ്ടത്തെ ചിത്രത്തിലൊക്കെ കാണുന്നത് ഇപ്പൊ ആനിമേഷൻ രൂപത്തിലാണ് വരുന്നത്. ഏത്? ഹനുമാന്. ഇപ്പൊ നമുക്ക് കാണാൻ കഴിയില്ലല്ലോ, അതുകൊണ്ട് പല രീതിയിലും ഹനുമാനൊക്കെ എന്ത് ചെയ്യാണ്? നിർമ്മിക്കുകയാണ്. ബെസ്റ്റ് ആനിമേറ്റഡ് എന്താണ്? ആനിമേറ്റഡ് ഫിലിമാണ് ഹനുമാന്. മികച്ച ഷോർട്ട് ഫിലിമാണ് ഗിത്ത്. ഷോർട്ട് അല്ലെ, ഷോർട്ട്. ഗിത്ത് എന്ന് എഴുതുമ്പോൾ ചെറുതല്ലേ ഗിത്ത്, 2 ലെറ്റർ ഉള്ളൂ അല്ലെ. മികച്ച ഷോർട്ട് ഫിലിമാണ് ഗിത്ത്. മികച്ച ഷോർട്ട് ഫിലിമാണ് ഗിത്ത്. മികച്ച ഗായിക ശില്പ റാവു. മികച്ച ഗായിക ശില്പ റാവു. മികച്ച ഗായകൻ PVNS രോഹിത്. മികച്ച ഗായകൻ PVNS രോഹിത്. മികച്ച മലയാള സിനിമ ഉള്ളൊഴുക്ക്. മികച്ച മലയാള സിനിമ ഉള്ളൊഴുക്ക്. മികച്ച എഡിറ്റർ മിഥുൻ മുരളി. മികച്ച എഡിറ്റർ മിഥുൻ മുരളി. മികച്ച പ്രൊഡക്ഷൻ ഡിസൈനിങ് മോഹൻദാസ്. മികച്ച പ്രൊഡക്ഷൻ ഡിസൈനിങ് ആരാണ്? മോഹൻദാസ്. ഇതിൽ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പറയാം. മികച്ച നടനാണ് ആര്? ഷാരൂഖ് ഖാനും വിക്രാന്ത് മാസിയും. മികച്ച നടി ആരാണ്? റാണി മുഖർജിയാണ്. മികച്ച ഫീച്ചർ ഫിലിം 12th ഫെയിൽ. ഏതാണ്? 12th ഫെയില്. മികച്ച സംവിധായകനാണ് സുദീപ് തോസൺ. അതായത് ദി കേരള സ്റ്റോറിക്കാണ് ലഭിച്ചിട്ടുള്ളത്. അതിലെ സംവിധായകനാണ് ലഭിച്ചിട്ടുള്ളത്. അപ്പോ സുദീപ് തോംസൺ. പിന്നെ സഹനടൻ വിജയരാഘവനും മികച്ച സഹനടി ഉർവശിയുമാണ്. ഇതാണ് ഇതിൽ ഏറ്റവും വന്നിട്ടുള്ളത്. നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഇന്ത്യയിൽ ആദ്യമായിട്ട് ഡിജിറ്റൽ നാടോടി ഗ്രാമം ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? സിക്കിമിലാണ് അല്ലെ. അപ്പൊ കേരളത്തിൽ കിട്ടിയ ആദ്യം എന്തായിരുന്നു? 2025 ഡിജിറ്റൽ സാക്ഷരത നേടിയിട്ടുള്ള സംസ്ഥാനം ഏതാണ്? നമ്മുടെ കേരളം. വിട്ടുകൊടുത്തില്ല. സിക്കിം അങ്ങ് കിഴക്ക്, അങ്ങ് മുകളിലാണ് അല്ലെ. അപ്പൊ സിക്കിം എന്ത് ചെയ്തിട്ടില്ല? വിട്ടുകൊടുത്തില്ല. ഞങ്ങൾ എന്താക്കി? ഡിജിറ്റൽ നാടോടി ഗ്രാമം ഞങ്ങൾ അങ്ങോട്ട് നേടിയെന്ന് പറഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഹരേല ഫസ്റ്റിന്റെ ഭാഗമായിട്ട് 5 ലക്ഷം വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ച സംസ്ഥാനം. വൃക്ഷങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് കടലാസ് കിട്ടുള്ളൂ അല്ലെ. അതായത് ഉത്തരക്കടലാസ്. എവിടെയാണ്? ഉത്തരാഖണ്ഡ്. എവിടെയാണ്? ഉത്തരാഖണ്ഡ്. അമർനാഥ് യാത്ര സുരക്ഷിതമാക്കാൻ വേണ്ടി ഇന്ത്യൻ സൈന്യം ആരംഭിച്ച സുരക്ഷാ സംവിധാനം ഏത്? ഓപ്പറേഷൻ ശിവ. ഏതാണ്? ഓപ്പറേഷൻ ശിവ. അമർനാഥ് യാത്ര എന്ന് പറയുന്നതിന് എന്തിനാ? പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ടുള്ള യാത്രയല്ലേ, അമ്പലങ്ങളിലേക്കുള്ള യാത്രയാണല്ലേ. അപ്പൊ അതിനൊരു പേരിട്ടതാണിത്, ഓപ്പറേഷൻ ശിവ. 2025 പുറത്തുവിട്ട നീതി ആയോഗിന്റെ ഗോൾ ഓഫ് ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ് ഇൻഡെക്സിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം വെൽബീയിങ് ഇൻഡെക്സ്, ഹെൽത്തിന്റെ ഇൻഡെക്സ് ആണ് അല്ലെ. ഹെൽത്തിന്റെ ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ അവിടെയുള്ള ആളുകൾക്ക് നല്ല ഹെൽത്ത് ഒക്കെ നല്ലോണം സൂക്ഷിക്കുന്ന ആളുകളാണ്. ഏതാണ്? ഗുജറാത്ത്. നമ്മുടെ ഗാന്ധിജി ജനിച്ച നാടാണ്. അവിടുത്തെ തലസ്ഥാനമാണ് ഗാന്ധിനഗർ. അത് മാത്രമല്ല നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നാടാണ് ഇത്, ഗുജറാത്ത്. അവർ നല്ല ഹെൽത്ത് ഒക്കെ നോക്കുന്ന ആളുകളാണ്. ഹെൽത്തിന് ആവശ്യമായിരുന്ന നല്ല ഫുഡൊക്കെ കൊടുക്കുക. അതായത് പ്രധാനമന്ത്രിയാണല്ലോ അവിടുത്തെ ആള്.
അവിടെ നിന്ന് വന്ന ആളാരാണ്? നമ്മുടെ പ്രധാനമന്ത്രിയാണല്ലോ. അപ്പൊ അവിടെ കൂടുതൽ അരിയും ഭക്ഷണമൊക്കെ കിട്ടുമെന്ന് കരുതാം അല്ലെ? അപ്പോ എവിടെയാണ്? ഗുജറാത്താണ്. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച നടൻ ആരാണ്? ഷാരൂഖ് ഖാനും വിക്രാന്ത് മാസിയാണ്. മികച്ച നടി ആരാണ്? റാണി മുഖർജിയാണ്. മികച്ച ഫീച്ചർ ഫിലിം ഏതാണ്? 12th ഫെയിൽ ആണ്. മികച്ച സംവിധായകൻ ആരാണ്? സുദീപ് തോസനാണ്. സഹനടൻ ആരാണ്? വിജയരാഘവനാണ്. മികച്ച സഹനടി ആരാണ്? ഉർവശിയാണ്. അപ്പോ താങ്ക് യു. എല്ലാവരും നല്ല ഉഷാറായിട്ട് പഠിക്കുക കേട്ടോ.